أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، العاقبة للمتقين. آمنا بالله يوم الآخر بنا إلى الله باطنا وظاهرا. يا ربنا واعف عنا وامح الذي كان منا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا نور واحله. اللهم صل على سيدنا نور واحله. اللهم صل على سيدنا نور واحله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالدخيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ പ്രഭാതം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതാകട്ടെ. നല്ല നിലക്ക് ജീവിച്ച് നല്ല നിലക്ക് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ഷിഫാഹ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരൊക്കെ ഉണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നാം അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മഹല്ലത്തുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ മജ്‌ലിസ് കേൾക്കുന്നവരുടെ ബന്ധുക്കൾ, അതുപോലെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടലിലൂടെ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അവിടെയൊക്കെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ ഖബറിലെ അദാബുകളൊക്കെ അല്ലാഹു ഉയർത്തിക്കളയട്ടെ. സ്വർഗീയ പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹദ്ദാദിൻ്റെ മഹത്വങ്ങൾ, ഫളായിലുകൾ. ഫളായിലുകളൊക്കെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. 9ഓളം ദിക്റുകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ മഹത്വങ്ങൾ, ഫളായിലുകൾ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുവാനും നിങ്ങൾ കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. ഞാൻ അറിയുന്ന കാര്യം
കിതാബിൽ കാണുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുകയാണ്. അല്ലാതെ അറിവ് കൂടുതലൊന്നും ഉണ്ടായിട്ടല്ല. നമ്മളൊക്കെ ദിവസവും ഹദ്ദാദ് ചൊല്ലിപ്പോകുന്ന ആളുകളാണ്. അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ ഫളായിലുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഞാൻ തന്നെ ഇതിൻ്റെ ഫളായിലുകൾ ഇത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. ഹദ്ദാദിൻ്റെ ബാഹ്യമായ അർത്ഥങ്ങൾ നമുക്ക് അറിയാം. കാരണം ഏടുകളിലൊക്കെ ഹദ്ദാദിൻ്റെ അർത്ഥങ്ങളുണ്ടാകും. ഇതിൻ്റെ ഫളായിലുകളെക്കുറിച്ചൊന്നും അതിലുണ്ടാവില്ല. അതിൻ്റെ ഫളായിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇമാം ബുഖാരി റളിയല്ലാഹു സഹാബത്ത് വിവരിച്ചത്, അബൂ ഹുറൈറ ഇമാം ബുഖാരി ഇമാം, അങ്ങനെ ഒരുപാട് ഇമാമുകൾ രേഖപ്പെടുത്തിയതൊക്കെ അതിൻ്റെ ഫളായിലുകളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോഴൊക്കെ അതിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. മുത്തുമോമിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10ാമത്തെ ദിക്റാണ്. 10ഉം 11ഉമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. കാരണം ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിറു ബിനാ ഇലല്ലാഹി ബാതിനു വല്ലാഹിർ എന്ന ദിക്റാണ് 10ാമത്തെ ദിക്ർ. ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിറു ബിനാ ഇലല്ലാഹി ബാതിനു വല്ലാഹിർ. നമ്മൾ ഹദ്ദാദിൽ 3 പ്രാവശ്യം ഇത് ചൊല്ലാറുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഫളായിലുകളുണ്ട്, ഫളലുകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്, മഹത്വങ്ങളുണ്ട്. ആമന്നാ ബില്ലാഹി എന്നത് വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്ത ദിക്റാണ്. ഖുർആനിൽ നിന്ന് എടുത്ത ദിക്റാണ് ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിറു ബിനാ ഇലല്ലാഹി ബാതിനു വല്ലാഹിർ എന്നത്. ബഖറ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖൂലൂ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപനം ചെയ്യുക, വക്തത്വം ചെയ്യുക. നിങ്ങൾ എന്താണ് പ്രഖ്യാപിക്കുക? അല്ലാഹുവിൽ ഞങ്ങൾ എന്താണ് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാകിന്നൽ ബിർറ മൻ ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരാണ് പുണ്യവാളന്മാർ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബാഹ്യമായും ആന്തരികമായും ഞങ്ങൾ അല്ലാഹുവിലേക്ക് പക്ഷാതാപിച്ച് മടങ്ങിയിരിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായ പക്ഷാതാപം കൊണ്ട് മടങ്ങുക. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് പക്ഷാതാപിച്ച് മടങ്ങുക, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. നമ്മൾ എന്താണ് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് നമ്മൾ എന്താണ് പക്ഷാതാപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുക.
മടങ്ങുന്നവരെ അള്ളാഹുവിന് ഒരുപാട് പ്രിയമാണ്, ഇഷ്ടമാണ്. അള്ളാഹുവിലേക്ക് എന്താണ് തൗബ ചെയ്ത് മടങ്ങുന്നവരെ, പക്ഷാതാപിച്ച് മടങ്ങുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. വീണ്ടും അതിനെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു ഇബ്നി ആദമ ഖതാഉൻ വഖൈറു ഖതാഇ തൗവാബീൻ. മനുഷ്യരെല്ലാം കൂടുതൽ പിഴവ് സംഭവിക്കുന്നവരാണ്. മനുഷ്യർക്ക് കൂടുതൽ പിഴവുകൾ സംഭവിക്കുന്നവരാണ്. മനുഷ്യരെല്ലാം കൂടുതൽ പിഴവ് സംഭവിക്കുന്നവരാണ്. പിഴവ് സംഭവിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ അള്ളാഹുവിലേക്ക് പക്ഷാതാപിച്ച് മടങ്ങുന്നവരുമാണ്. തുർമുദി റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ മനുഷ്യരെല്ലാം കൂടുതൽ പിഴവ് സംഭവിക്കുന്നവരാണ്. പിഴവ് സംഭവിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ അള്ളാഹുവിലേക്ക് പക്ഷാതാപിച്ച് മടങ്ങുന്നവരാണ്. മനുഷ്യരെല്ലാം പിഴവ് സംഭവിക്കുന്നവരാണ് എന്നതിൽ നിന്ന് അമ്പിയാക്കൾ ഒഴിവാണ്. അവർ പാപ സുരക്ഷിതരാണല്ലോ. അപ്പം അമ്പിയാക്കൾ എന്താണ്? അതിൽ പെടൂല. അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ്. അപ്പോൾ മനുഷ്യന്മാരാണ് എന്താണ് ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആയത്തുകൾക്കും ഹദീസുകൾക്കും വഴിപ്പെടുന്നതിൻ്റെ ഭാഗമായി പ്രസ്തുത ദിക്റിനെ കാണാം. തൗബയുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. തൗബയുടെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പറയുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. തുബ്നാ ഇലല്ലാഹി ബാത്തിനൻ വലാഹിർ, ബാത്തിൻ വലാഹിർ എന്ന് വന്നിട്ടുണ്ട്. ഫതഹ് കൊണ്ട് ബാത്തിൻ വലാഹിർ എന്നും വന്നിട്ടുണ്ട്. ഫതഹ് കൊണ്ട് തൻവീൻ ചെയ്യപ്പെട്ടതിൻ്റെ മേൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊണ്ട് വഖഫ് ചെയ്യൽ. റബി അത് ഗോത്രക്കാരുടെ ഭാഷയാണ്. അതുപോലെ ഈ ദിക്ർ ഹദ്ദാദിൽ മാത്രമല്ല അല്ലാത്ത സമയത്ത് നമുക്ക് ചെല്ലാം. ഇതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്റുകളൊക്കെ ഹദ്ദാദിൽ മാത്രമല്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാം. ഇത് അറിയുന്നുണ്ടെങ്കിൽ എപ്പോഴും ചെല്ലാം. അതുപോലെ തക്ക തൗബനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അടുത്തത്. യാ റബ്ബനാ വഅഫു അന്നാ വഖുൽ ലനാ ഹൈസു കുന്നാ. യാ റബ്ബനാ വഅഫു അന്നാ വഖുൽ ലനാ ഹൈസു കുന്നാ. തൗബയുടെ ഭാഗം തന്നെയാണ് ഈ ദിക്റും. എന്നാൽ പാപങ്ങൾ മായ്ച്ചു കളയുന്നതും അവയെ തൊട്ട് മാപ്പ് ചെയ്യുന്നതും അടിമ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അവൻ്റെ കൂട്ടസമ്മതത്തിനും ഉബൂദിയ്യത്തിൻ്റെ ഭാഗത്ത് തനിക്ക് പറ്റിയ പിഴവ് നോക്കിക്കാണുന്നതിനും വ്യക്തമായ തെളിവാണ്. ഇത് സമ്പൂർണതയുടെ സ്വഭാവമാണ്. മഅ്ഫിറത്തിനെ തേടുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് അഫ്വിനെ തേടൽ. കാരണം മഅ്ഫിറത്തിൻ്റെ അർത്ഥം മറച്ചു വെക്കുക എന്നാണ്. അഫ്വിൻ്റെ അർത്ഥം മായ്ച്ചു കളയുക എന്നുമാണ്. മറച്ചു വെക്കുന്നതിനേക്കാൾ ഗൗരവം മായ്ച്ചു കളയുന്നതാണല്ലോ. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൽ നിന്ന് ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല അതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫഖാൽ അയ്യു ദുആഉ അഫ്ളൽ.
സഅല റബ്ബുകൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു ഒരാൾ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ നിന്റെ രക്ഷിതാവിനോട് ഇഹത്തിലും പരത്തിലും അഫുവും ആഫിയത്തും ചോദിക്കുക. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു. മഹദി പറയുന്നു, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് ഞാൻ അറിയുന്ന പക്ഷം അതിൽ ഞാൻ ചൊല്ലേണ്ടതെന്താണെന്ന് പറഞ്ഞു തന്നാലും നബിയേ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ ഇപ്രകാരം പറയുക: അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൽ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് നീ പറയുക ആയിഷ എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ എന്താണ്, ഈ ദിക്റുകൾ പാപമോചനത്തിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിക്റുകളാണ്. ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലിയാൽ നമ്മൾ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഹദ്ദാദ് ചൊല്ലുന്ന ദാക്രീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ എല്ലാവരും ഹദ്ദാദ് ചൊല്ലുന്നവരാണ്. വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക, ഹദ്ദാദ് നിങ്ങൾ ദായിമാക്കി ചൊല്ലുക. ഒരു പ്രയാസവും ഒന്നും സംഭവിക്കുകയില്ല. ഹദ്ദാദിലുള്ള ദിക്റുകൾ ഒരുപാട് ഫളായിലുകളും മഹത്വങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും ഹദ്ദാദ് ചൊല്ലാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത സകലമാന തെറ്റുകളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ ഒരമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.